ഗൈസ്, അങ്ങനെ ബിരിയാണി ഡെർബിയുടെ സെക്കൻഡ് ലെഗ് വരാൻ പോവുകയാണ്. അറിയാലോ, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു FC. ഇത് ബംഗളൂരുവിൽ നടക്കാൻ പോകുന്ന മത്സരമാണ്. ആദ്യ ലെഗിലെ റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും സുഖകരമല്ലായിരുന്നു, അല്ലെങ്കിൽ ആരാധകർ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത റിസൾട്ടായിരുന്നു. 3-1 എന്ന് പറയുന്നൊരു സ്കോറിലാണ് ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ആ ഒരു മത്സരം എങ്ങനെ ആ റിസൾട്ടിലേക്കൊക്കെ എത്തി എന്നുള്ളത് അറിയാമല്ലോ, ഇനിയും എടുത്തെടുത്ത് പറയേണ്ട ഒരു ആവശ്യകത ഇല്ല. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ഹോം മത്സരങ്ങളിൽ വിജയിക്കുമായിരുന്നു ബംഗളൂരു FCക്കെതിരെ. പക്ഷേ എവയിൽ ഇപ്പോഴും കണ്ടീരവ സ്റ്റേഡിയത്തിൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു വലിയ ചലഞ്ച് അവിടെ കിടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം അതാണ് ഈ ഒരു മത്സരം. നമുക്കിപ്പം ഒരു ലെഗ് വിജയിച്ചെങ്കിൽ മറ്റൊരു ലെഗ് പിടിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു മാച്ച് വരുന്നത് കണ്ടീരവിലാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ അത്ര നല്ല രൂപത്തിലല്ല ഉള്ളത്. ഇപ്പോൾ ലാസ്റ്റ് മാച്ച് വളരെ മോശം പ്രകടനമായിരുന്നു. നമുക്ക് ഹോമിൽ തോൽക്കേണ്ട വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 മാച്ച് എടുത്തു കഴിഞ്ഞാൽ 3 മാച്ച് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനത്തെയൊക്കെ പറഞ്ഞ പോലെ ഒരു ഫാക്ടേഴ്സ് അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ബംഗളൂരു FCയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇപ്പം അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ അവർ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഫോമിലൊന്നും അല്ല ഇപ്പം. അവരിപ്പം ടോപ്പ് ഓഫ് ദി ടേബിളിലൊക്കെ നിൽക്കുന്നെങ്കിലും ആ ഒരു പ്രകടനം ഇപ്പം നടത്തുന്നില്ല. ഇപ്പം നമുക്കെതിരെ കളിക്കുന്നത് വരെ BFC ഒരു ഗോൾ പോലും വഴങ്ങിയിരുന്നില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് ആദ്യമായിട്ട് ഗോള് വഴങ്ങുന്നൊരു സാഹചര്യമൊക്കെ വന്നത്. എന്നാൽ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകളാണ് ബംഗളൂരു FC വഴങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അവരുടെ ഡിഫെൻസീവ്ലി ഇപ്പം കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട്. നിങ്ങൾ മാച്ചസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിലിപ്പം ലാസ്റ്റ് മാച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒഡീഷ FCക്കെതിരെ ഒരു 4-2 പരാജയം നേടുക. അതിന് കുറച്ച് മുമ്പ് ഒരു മത്സരം ഗോവയ്ക്കെതിരെ 3-0 പരാജയപ്പെടേണ്ടി വന്നു. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ BFC ഫേസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ അവർക്കൊരു സ്റ്റേബിളായിട്ട് ഇങ്ങനെ തോറ്റു വരികയും അല്ലെങ്കിൽ അങ്ങനെ ജയിച്ചു വരുന്ന രീതിയല്ല, എല്ലാം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഡ്രോയും തോൽവിയും വിജയം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് പറഞ്ഞ പോലെ ഡിഫൻസീവ് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡിഫൻസും അല്ലെങ്കിൽ ഗോൾ കീപ്പിംഗ് പ്രശ്നങ്ങളും ഒക്കെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മുക്തി നേടുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. ചെയ്യാൻ പറ്റുക മാക്സിമം നമ്പർ ഓഫ് ഗോൾസ് അടിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിന് പറ്റിയിട്ടുള്ളൊരു അറ്റാക്കിംഗ് പവർ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ സംസാരിച്ചതാണ്. നമ്മുടെ ഒരു 1 ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കിംഗ് പ്ലേയേഴ്സാണുള്ളത്. ഇപ്പോൾ സൂസും നോവയും, ഇപ്പോൾ ലൂഡ ഫോമിലേക്ക് വന്നു, പെപ്പറയാണെങ്കിലും കൊറൂസിങ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കൂടുതൽ ഗോൾസ് അടിക്കുന്നൊരു ലെവലിലേക്ക് വരിക. ഇപ്പം BFCയുടെ പറഞ്ഞ പോലെ ആ ഡിഫൻസിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് പണിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഡിഫൻസീവ്ലി അല്ലെങ്കിൽ ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്സ് വരും, അങ്ങനെയുള്ള കാര്യം ഭയന്നിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ള സ്ട്രെങ്ത് എന്താണോ അതങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത് മാത്രമേ ഈ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്ക് ഇനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 നോക്കാം. അപ്പോൾ ബംഗളൂരു FCയെ സംബന്ധിച്ചിടത്തോളം കോച്ച് പല ചേഞ്ചസും വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് മാച്ച് ഒരു 4-2 തോൽവിയൊക്കെ വന്നുകൊണ്ട് ഇനിയും എന്ത് ചേഞ്ചാണ് വരുത്തുന്നത് എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. എങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു 11 പറയാം. ഒരു 4-4-2 ഡയമണ്ട് ഫോർമേഷൻ പോലെ ഫസ്റ്റ് ലെഗിൽ അങ്ങനെയൊക്കെയാണ് KBFCക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർപ്രീത് സിംഗ് സന്ധു, സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് രാഹുൽ ബേക്കെ ആൻഡ് ജവാനോവിച്ച്, റൈറ്റ് ബാക്കിൽ നിഖിൽ പൂജാരി, ലെഫ്റ്റിൽ മുഹമ്മദ് സല ആയിരിക്കും കളിക്കുന്നുണ്ടാകും. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും നൊഗ്വേറ ആൻഡ് ക്യാപ്പോ, ഒരു റൈറ്റ് മിഡ്ഫീൽഡർ റോളിൽ സുരേഷും ലെഫ്റ്റ് മിഡ്ഫീൽഡർ റോളിൽ റോഷനും ആയിരിക്കും കളിക്കുന്നുണ്ടാകുക. ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സുനിൽ ഛേത്രി ആൻഡ് ഡിയാസ്. ഇത് KBFCക്കെതിരെ നിരന്തരം ഗോൾസ് സ്കോർ ചെയ്യുന്ന 2 പ്ലെയേഴ്സാണ്. അപ്പം അവരെ ഒഴിവാക്കുമെന്നും തോന്നില്ല. കാരണം സുനിൽ ഛേത്രി പലപ്പോഴും ബെഞ്ചിൽ നിന്നൊക്കെയാണ് മാറ്റുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെതിരെ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അതുപോലെ ഡയാസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ നിരന്തരം ഗോൾ അടിക്കുന്നത് എനിക്ക് തോന്നുന്നു 100% ആണെന്ന് തോന്നുന്നു അതിൻ്റെ കണക്കുകളൊക്കെ നോക്കുമ്പോൾ. അപ്പം അത് തീർച്ചയായിട്ടും കോച്ച് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ആ ചെന്നൈക്കെതിരെയൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആ ഒരു 11 നിലനിർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ 4-3-3 ഫോർമേഷൻ, സച്ചിൻ സുരേഷ് ഗോൾ കീപ്പർ എന്ന നിലയിൽ. സെൻട്രൽ ബാക്സിലേക്ക് വരുമ്പോഴത്തേക്കും മിലോസ് ഹോമി പമ്മും, റൈറ്റിൽ സന്ദീപ്, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നവച്ച സിംഗ്, ആൻഡ് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ഫ്രെഡി ആൻഡ് വിപിൻ മോഹനൻ, റൈറ്റിൽ കോറോ സിംഗ്, അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് വരുന്നൊരു സമയത്ത് നവാസതി, ആൻഡ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിലേക്ക് വരുമ്പോൾ എഡ്രിയാൻ ലൂണ, ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് എമിനസ്. ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ
മാച്ച് തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ആയിരിക്കും. ഒരുപാട് ഫാൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ആ ട്രാവൽ ചെയ്യുന്ന ഫാൻസിനൊക്കെ ഒരു ജസ്റ്റിസ് അത് വേണം, അതിനൊരു വിജയം അനിവാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇനി നമുക്ക് ഈ സീസണിൽ മത്സരങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലേ ഓഫിലേക്കൊക്കെ പോകണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് അവയെ ട്രാവൽ ചെയ്തൊക്കെ ഫാൻസിന് മുന്നിലൊരു വിജയം നേടിക്കഴിഞ്ഞാൽ അതൊരു ഇരട്ടി മധുരം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.